ഒത്തിരി ചൂട് കാലമല്ലേ. അപ്പോൾ ആണെങ്കിൽ ഒത്തിരി ഇലകൾ വീഴുന്ന സമയമാണ്. അപ്പോൾ ഈ ഇലകളെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു വളമാക്കി എടുത്താൽ നമ്മൾ ടെറസിലെ പച്ചക്കറിക്കോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പച്ചക്കറിക്ക് നമുക്ക് ഒരു ചില്ലി കാശ് പോലും ചിലവില്ലാത്ത രീതിക്ക് ഒരു വളം നമുക്ക് നല്ല രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ നിഷ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനകരമാകുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അത് വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഒത്തിരി ചൂട് കാലമല്ലേ. അപ്പോൾ ഒത്തിരി ഇലകളിങ്ങനെ നമ്മളെ പറമ്പിൽ നിന്നും നമുക്കിപ്പം ചുറ്റും മരമുള്ളവരാണെങ്കിൽ ഒത്തിരി ഇലകൾ വീഴുന്ന സമയമാണ്. അപ്പോൾ ഈ ഇലകളെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു വളമാക്കി എടുത്താൽ നമ്മൾ ടെറസിലെ പച്ചക്കറിക്കോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ നട്ട് വളർത്തുന്ന പച്ചക്കറിക്ക് നമുക്ക് ഒരു ചില്ലി കാശ് പോലും ചിലവില്ലാത്ത രീതിക്ക് ഒരു വളം നമുക്ക് നല്ല രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. ആ വളം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അത് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുറച്ച് വസ്തുക്കളെല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളം കിട്ടുന്നില്ല, നമുക്കിനിപ്പോൾ പുറത്ത് പോയി കാശ് ചിലവാക്കി കൊടുത്ത് വളം വാങ്ങിക്കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കിട്ടതിൽ ചിലർ ചിന്തിക്കും നമുക്ക് പൈസയെ കൊണ്ട് മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിയിട്ട് വന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഗ്രോ ബാഗ് എടുത്ത് മണ്ണെടുത്ത് വളമെടുത്ത് നമ്മൾ കൃഷി ചെയ്ത് പച്ചക്കറി ഉണ്ടാക്കുന്നതെന്നല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. നമ്മൾ അങ്ങനെ പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കുറച്ച് വിഷത്തെ കൂടെയാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്നത് അല്ലേ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമ്മളെ പച്ചക്കറികൾ പുറത്തു നിന്ന് തന്നെ വാങ്ങേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വിഷത്തിന് നമ്മൾ തന്നെ കഴിച്ചിങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഠിച്ചാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഒത്തിരി വളം ഇങ്ങനെ പോയി വാങ്ങി കാശ് ചിലവാക്കി കൊണ്ടുപോയി കൃഷി ചെയ്ത് നമ്മളെ വീട്ടിൽ പച്ചക്കറി നട്ട് വളർത്തിയെടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ വ്യവസായത്തിനൊന്നുമല്ല പച്ചക്കറി ചെയ്യണം, നമ്മളെ വീട്ടാവശ്യത്തിന്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ വളം തയ്യാറാക്കി നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നല്ല രീതിക്ക് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് വേറെ ഒന്നുമില്ല, നമ്മളെ ചുറ്റിപ്പോൾ ചൂടുകാലം അധികരിച്ച് വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഇലകളെല്ലാം കരിയിലകളൊക്കെ തൊഴിയുന്നുണ്ട്. നല്ല രീതിക്ക് നമ്മളെ പച്ചക്കറിക്ക് ആവശ്യമായ ഒത്തിരി ഗുണം, അതായത് ചാണകപ്പൊടിയെപ്പോലെ പവർഫുള്ളായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് വളം നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ. അപ്പോൾ നമുക്ക് ഈ വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് കരിയിലയാണ് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നല്ല പുതിയ രീതിക്കുള്ള ഒരു ചാക്കും ആവശ്യമുണ്ട്. ഇതുപോലത്തെ നമ്മളെ അതായത് കാലിത്തീറ്റ വാങ്ങുന്നതോ ഏതെങ്കിലും ഒരു ചാക്ക്, അല്ലെങ്കിൽ നമുക്ക് നൂൽ ചാക്ക് കിട്ടുന്നവരാണെങ്കിൽ അത് ഏറെ ഉത്തമമാണ്. കാരണം നൂൽ ചാക്ക് ആണെങ്കിൽ അത് വേഗത്തിൽ തന്നെ വായുസഞ്ചാരം കൂടുതലുള്ളതിനാൽ നമുക്ക് ഈ കമ്പോസ്റ്റ് അതിവേഗത്തിൽ തന്നെ ആയി കിട്ടും. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒട്ടും കാശ് ചിലവില്ലാത്ത നമ്മളെ കാലിത്തീറ്റയൊക്കെ കിട്ടുന്ന, അതായത് ഇതുപോലത്തെ ഒരു പുതിയ ചാക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ചാക്ക് എടുക്കണമെന്ന് പറയുന്നത് ഈ കമ്പോസ്റ്റായി വരാൻ കുറഞ്ഞത് നമുക്ക് നല്ല രീതിക്ക്, അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ പ്ലാവല, അയണിയില ഇങ്ങനത്തെ ഇലകളാണ് ഒത്തിരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇലകൾ എടുക്കുമ്പോൾ അത് ഹാർഡാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി കാർബൺ കണ്ടൻറ്റ് ഉള്ളതാണ്. അത് നമുക്ക് കമ്പോസ്റ്റായി എടുക്കാമെന്ന് വന്ന് ഞാനിപ്പോൾ നമ്മുടെ ചാണകം കിട്ടാത്തവർക്ക് വേണ്ടി എങ്ങനെ നമുക്ക് വളം തയ്യാറാക്കി എടുക്കാം എന്നുള്ളതും, ഇനി ഒരു ചാക്കിൽ ചാണകം കിട്ടുന്നവർക്ക് വേണ്ടി ആ കരിയിലയെ നമുക്ക് എങ്ങനെ കമ്പോസ്റ്റാക്കി എടുക്കാം എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ കരിയില എല്ലാം ഞാൻ ഇതുപോലെ നിറച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പവർഫുള്ളായിട്ടുള്ള നമ്മളെ പച്ചക്കറിക്ക് ഉപയോഗപ്പെടുന്ന വളം നമുക്ക് നല്ല രീതിക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായതാണ് നമ്മൾ കരിയില ഇതുപോലെ നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ കരിയില മാത്രമല്ല, നമുക്കിതിലോട്ട് കിച്ചൺ വേസ്റ്റ് ഇടാം, നമ്മളെ ചായ ചണ്ടി ഉണ്ടല്ലോ അത് ചേർക്കാം. നമുക്കതിനോട് കുറച്ച് ചീമക്കൊന്ന ഞാനിതാ ചേർത്തിട്ടുണ്ട് കണ്ടോ. ഇത് ചീമക്കൊന്ന ഉണങ്ങിയതാണ്, ഞാനിതാ കുറച്ച് ചീമക്കൊന്നയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിനി
നമുക്ക് കുറച്ച് നൈട്രജൻ കൂടെ ചേർക്കണം. നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർബൺ അടങ്ങിയ ഈ കരിയില വേഗത്തിൽ ചീഞ്ഞ് കമ്പോസ്റ്റായി മാറാൻ സാധിക്കും. കരിയില കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളം. അപ്പോൾ കുറച്ച് പേരൊക്കെ ചിന്തിക്കും ഈ കരിയില ഇതുപോലെ ചാണകപ്പൊടി പോലെ പവർഫുൾ ആകുമെന്ന്. തീർച്ചയായിട്ടും പവർഫുൾ ആക്കുന്ന വളമായിട്ട് നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ചാണകപ്പൊടി പോലെ കമ്പോസ്റ്റായി കിട്ടണമെങ്കിൽ നമുക്ക് 10 മാസം വരെ ഈ വളം ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അത് വലിയ രീതിക്കുള്ളതൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ. അപ്പം നമുക്ക് ഈ വളം നല്ല രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കരിയിലയുടെ കൂടെ നമുക്ക് കുറച്ച് പറമ്പിലൊക്കെ ഉള്ള പച്ചപ്പുല്ലോ ഒന്നുമില്ലെങ്കിൽ നമ്മളെ തോട്ടത്തിലുള്ള വാഴയിലയോ ചീമക്കൊന്നയോ എന്തെങ്കിലും വളം കൂടെ നമുക്ക് ഈ കരിയിലയിൽ കൂടെ ചേർക്കണം. ചേർത്താൽ മാത്രമേ ഈ കരിയില ഹാർഡായിരിക്കുന്ന കരിയിലയ്ക്ക് നൈട്രജൻ കൂടെ ചേരുമ്പോൾ അത് വേഗത്തിൽ ചീഞ്ഞ് കമ്പോസ്റ്റായി മാറി നമുക്ക് പച്ചക്കറിക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം. കഞ്ഞിവെള്ളമാണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതാ കഞ്ഞിവെള്ളം എടുക്കുന്നു. കാരണം നമ്മളെ കരിയിലയ്ക്ക് നനവുണ്ടായാൽ മാത്രമേ നമുക്കിത് വേഗത്തിൽ കമ്പോസ്റ്റായി കിട്ടുള്ളൂ. കരിയിലയ്ക്ക് എന്നിട്ട് കുറച്ചുകൂടെ കരിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യം പച്ചപ്പുല്ലാണ്. പച്ചപ്പുല്ലിൽ ഒത്തിരി നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അത് കിട്ടാത്തവരുടെ കയ്യിൽ ചീമക്കൊന്നയുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാത്തവരുടെ കയ്യിൽ ഇതുപോലത്തെ വാഴയില ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇതിലോട്ട് കുറച്ച് വാഴയില കൂടെ ചേർക്കുന്നു. കാരണം ഇത് ഈ ഉണങ്ങിയ കരിയില വേഗം ചീഞ്ഞ് കമ്പോസ്റ്റായി മാറാനാണ്. എന്നാൽ മാത്രമേ നമുക്ക് വേഗത്തിൽ ഇതിൽ നിന്ന് കമ്പോസ്റ്റ് രൂപത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ഹാർഡായി, അതായത് പ്ലാവല, അയണിയില ഇങ്ങനത്തെ ഇലകൾ ഈ കമ്പോസ്റ്റായി വരാൻ കുറച്ച് മാസങ്ങൾ എടുക്കും. നമ്മൾ ഒട്ടും സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ചീലാന്തി ഇല ഇങ്ങനത്തെയൊക്കെ ഇലകൾ വേഗത്തിൽ തന്നെ ചീഞ്ഞ് നമുക്ക് അത് വേഗം കമ്പോസ്റ്റായി മാറും. അപ്പോൾ 10 മാസത്തോളം ആയാൽ തന്നെ നല്ല രീതിക്ക് ഇതുപോലെ ചാണകപ്പൊടി പോലത്തെ കമ്പോസ്റ്റ് നമുക്കിതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ തയ്യാറാക്കിയെടുത്ത് എൻ്റെ പച്ചക്കറിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ ഒത്തിരി ചൂട് സമയമാണല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒത്തിരി കരിയില നിറഞ്ഞു കാണാം. അതിനെ നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള വളം തയ്യാറാക്കി നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യാം. കാരണം കമ്പോസ്റ്റായി കഴിഞ്ഞിട്ട് ആ കമ്പോസ്റ്റ് കാഞ്ചി വരുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവാതെ വരും. അതാണ് ഞാനിപ്പോൾ ഈ വളം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാക്കിനെ കെട്ടിക്കൊടുക്കും. ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇത് വന്ന് നല്ല രീതിക്ക് താഴ്ന്ന് ഇതാവും. അപ്പോൾ ഇങ്ങനെ ചാക്കിനെ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ നല്ല രീതിക്ക് ഇത് സെറ്റായി വേഗത്തിൽ തന്നെ കമ്പോസ്റ്റായി മാറും. അതിനാവശ്യമായിട്ടുള്ളത് നമുക്കൊരു ചാക്കും കുറച്ച് കരിയിലയും കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ, ചാണകവെള്ളം കിട്ടാത്തവർക്ക് വേണ്ടി നമുക്ക് കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ചാണകം ഇല്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ഉണ്ടെങ്കിൽ മതി. നല്ല രീതിക്കുള്ള കരിയില കമ്പോസ്റ്റ് നമ്മളെ പച്ചക്കറിക്ക് വളത്തിന് വേണ്ടി നമ്മൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടിയൊന്നും വേണ്ട. ഇതിന് എയർ സർക്കുലേഷൻ വേണം. അതിന് വേണ്ടി ഒരു പിച്ചാത്തിയിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. കാരണം 10 മാസം കഴിയുമ്പോൾ ഈ ചാക്ക് നല്ല രീതിക്ക് നമുക്ക് പിന്നെ ഉപയോഗത്തിനൊന്നും കൊള്ളൂല. കാരണം അത്രയ്ക്ക് ഈ ചാക്ക് മോശമാവും. അപ്പം നമുക്ക് ഇതുപോലെ ഹോൾസ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇതുപോലെ പിച്ചാത്തിയിട്ട് ഇതുപോലെ അവിടെ ഒരു ഹോൾസ് എയർ സർക്കുലേഷന് വേണ്ടിയാണ്, വായു അതിന് വേണ്ടി ഇതുപോലെ ഹോൾസ് ഇട്ട. അപ്പോൾ ഇതാണ് ഈ ചാക്കിലെ വളം. വന്ന് ചാണകം കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. ചാണകം ഇല്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരും കൃഷി ചെയ്യാതെ ഇരിക്കേണ്ട. നമുക്ക് ഇതുപോലെ നല്ല രീതിക്കുള്ള വളം തയ്യാറാക്കിയെടുക്കാം. അടുത്ത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളം വന്ന് അടുത്ത ചാക്കാണ്. അതായത് ചാണകം കിട്ടുന്നവർക്ക് വേണ്ടിയുള്ള വളം, കരിയില കമ്പോസ്റ്റ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ച ചാണകം ഇതുപോലെ പുളിപ്പിച്ചത് കുറച്ച് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ
വേണം. ലിക്വിഡ് പോലെ കണ്ടോ, ഈ അളവിനുള്ള ചാണകം വെള്ളം കലക്കി വച്ചിരിക്കണം. ഇതാവശ്യമുണ്ട്. ഇങ്ങനത്തെ ചാണകം പുളിപ്പിച്ച വെള്ളം കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പച്ച ചാണകം കിട്ടുന്നവർ ഇതുപോലെ തയ്യാറാക്കിയാൽ ചാണകം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിവേഗത്തിൽ തന്നെ കരിയില കമ്പോസ്റ്റായി മാറി നമുക്ക് അതിൽ നിന്നും ഇതുപോലത്തെ ചാണകപ്പൊടി പോലത്തെ പവർഫുള്ളായിട്ടുള്ള കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുത്ത് നമ്മുടെ പച്ചക്കറിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് വളം പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ഇതുപോലെ വളം തയ്യാറാക്കി നമ്മളെ വീട്ടിലെ സാധനം കൊണ്ട് തന്നെ നമുക്ക് വളം തയ്യാറാക്കി നമുക്ക് കൃഷി ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതും അടുത്ത ചാക്കിൽ ഞാനിപ്പോൾ ഈ ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം കരിയില നല്ല രീതിക്ക് ഈർപ്പമയം, അതായത് എളുപ്പം കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയാണ്. ഒഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ കരിയില അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചാണകത്തിൽ ഒത്തിരി നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. പച്ച ചാണകത്തിൽ ചീമക്കൊന്നയും നല്ലതാണ്. കിട്ടുന്നവർക്ക് കരിയില കമ്പോസ്റ്റിൻ്റെ കൂടെ ഈ കരിയിലയുടെ കൂടെ ആഡ് ചെയ്യാൻ നല്ല ഒരു വളമാണ് നമ്മളെ ചീമക്കൊന്ന. ഒത്തിരി പവർഫുള്ളായിട്ടുള്ള വളമാണ്. എനിക്ക് നല്ല റിസൾട്ട് തന്നെ ചീമക്കൊന്നയിൽ നിന്നും കിട്ടി. ഇതിനോട് നമ്മുടെ വാഴയില കൂടെ ആഡ് ചെയ്യണം. എന്നാൽ തന്നെ വേഗത്തിൽ ഇത് ചീഞ്ഞ് നമുക്ക് കമ്പോസ്റ്റായി മാറാതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് പച്ചപ്പുല്ലോ ചാണകമോ അല്ലെങ്കിൽ വാഴയിലയോ ചീമക്കൊന്ന എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. പക്ഷേ പ്ലാസ്റ്റിക് മാത്രം നമ്മൾ ഇതിലോട്ട് ചേർക്കരുത്. കാരണം അത് ദ്രവിക്കില്ല, അതങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് കരിയിലയോ പച്ചപ്പുല്ലോ നമ്മളെ കയ്യിൽ എന്ത് വേസ്റ്റ് ഉണ്ടോ, അതായത് ഫുഡ് വേസ്റ്റൊന്നും ഇടരുത്, നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് 10 മാസമാകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു കമ്പോസ്റ്റായി മാറി ഇതുപോലത്തെ ചാണകപ്പൊടി പോലത്തെ പവർഫുള്ളായിട്ടുള്ള ഒരു കമ്പോസ്റ്റായി മാറുകയും നമുക്ക് പച്ചക്കറിക്ക് പുറത്ത് പോയി വളം വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ഇതിൽ നിന്ന് കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുക്കും. അപ്പോൾ കരിയില കമ്പോസ്റ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിയുടെ, അതായത് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ഒക്കെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ കട്ടിയുള്ള, അതായത് ഹാർഡായ മണ്ണിനെ ഒത്തിരി സോഫ്റ്റ് ആക്കുകയും അതിൽ നിന്ന് നല്ല രീതിക്ക് വേരോട്ടം ഓടുകയും അതിന് നല്ല രീതിക്ക് വളർച്ച ഉണ്ടാവുകയും ഈ കരിയില കമ്പോസ്റ്റിൽ മണ്ണിര അങ്ങനെ ഒത്തിരി സൂക്ഷ്മ അണുക്കൾ ഉണ്ടാവുകയും നല്ല രീതിക്ക് നമ്മളെ പച്ചക്കറിയെ അത് വളർന്ന് നല്ല രീതിക്കുള്ള വിളവ് തരാൻ സഹായിക്കുന്ന ഒട്ടും ചിലവില്ലാത്ത ഒരു വളമാണ് നമ്മുടെ കരിയില കമ്പോസ്റ്റ്. നമ്മുടെ അവരുടെ കയ്യിൽ അപ്പോൾ ഇതിനോട് നമുക്ക് ചാണകപ്പൊടി കയ്യിലുള്ളവരാണെങ്കിൽ ഇതുകൂടെ കുറച്ചിങ്ങനെ പുറത്ത് ഇട്ട് കൊടുത്താൽ വേഗത്തിൽ ഇത് കമ്പോസ്റ്റായി മാറും. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താലും കമ്പോസ്റ്റായി മാറും. കുറച്ച് ലേറ്റാവും, പക്ഷേ ഇത് നമുക്ക് നല്ല രീതിക്ക് വേഗം കമ്പോസ്റ്റായി മാറാൻ കരുതിയാണ് ഞാൻ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് ഈ കുറച്ച് ചാണകം, പച്ച ചാണകം പുളിപ്പിച്ചത് കൂടെ ഉണ്ട്, അതുകൂടെ ഒഴിച്ചു ചാക്കെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ചാക്കെടുത്താലും മതി. നല്ല രീതിക്കുള്ള പവർഫുള്ളായിട്ടുള്ള വളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി പവർഫുള്ളായിട്ടുള്ള കരിയില കമ്പോസ്റ്റ് നമുക്ക് തയ്യാറായി കിട്ടും. 2 ഗുണമാണ് നമ്മളെ കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന്, നമ്മളെ പച്ചക്കറിക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വളം കിട്ടും. കൂട്ടത്തിൽ നമ്മളെ പരിസരമെല്ലാം നല്ല രീതിക്ക് ക്ലീനായി കിട്ടും. പച്ചക്കറിക്ക് എങ്ങനെ നല്ല രീതിക്കുള്ള പവർഫുള്ളായിട്ടുള്ള വളം തയ്യാറാക്കിയെടുക്കാം എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.